ഒരു 9 വയസ്സുള്ള പെൺകുട്ടി വിനോദിനി പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിൽ കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് കൈ കൊടുക്കാനായിട്ട് അതിന്റെ കൈ ആർട്ടിഫിഷ്യൽ ഒരു കൈ വെക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായില്ല ഗവൺമെന്റ് ഭാഗത്തു നിന്നും. സ്വാഭാവികമായിട്ടും 2025 ഒക്ടോബറിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. 2026 ജനുവരിയിൽ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാകുന്നു, അത് പ്രഖ്യാപിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി ആരോഗ്യമന്ത്രി വന്ന് പറയുകയാണ് ഞാൻ കൊടുക്കാം എന്ന്. അപ്പോൾ അവിടെ എന്താണ്, സിസ്റ്റത്തിനല്ലായിരുന്നു തകരാറ്, അപ്പൊ സാധിക്കുമായിരുന്നു. അവിടെ ആർക്കായിരുന്നു തകരാറ് സംഭവിച്ചത്? ആ എത്തിക്സും മൊറാലിറ്റിയും ആ ചിന്തയും ആ ചേർത്ത് പിടിക്കലും എംപത്തിയും കമ്പാഷനും ഒക്കെ അവിടെ കുറഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ആ പ്രവൃത്തി കാരണം. അതേസമയം ഇതേ ആൾ തന്നെ മറ്റു ചിലർക്ക് വേണ്ടി ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതിയിടുമ്പോൾ അവർ ഓർക്കണം ആ ചേർത്ത് പിടിക്കൽ അർഹിക്കുന്ന ഒരു അതിജീവിതയായിരുന്നു ആ 9 വയസ്സുള്ള പെൺകുട്ടിയെന്ന്. സോ അങ്ങനെയുള്ള സാർ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആണ് റെസ്പോൺസിബിൾ ജനപ്രതിനിധികളായി കൺവേർട്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ജനപ്രതിനിധികളും വ്യക്തികളും എത്തപ്പെടണം. അതിജീവിതയുടെ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കപ്പിൽ എഴുതി ആ കപ്പുമായിട്ട് വരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നേരത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് തികച്ച് യാദൃശ്ചികമാണ് കേട്ടോ. അതൊരു കപ്പ അങ്ങനെ എടുത്തതൊന്നുമല്ല. അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഒരു വെള്ളം കുടിക്കുന്നതിന് ഒരു കപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ആ കപ്പ് വീട്ടിൽ നിന്ന് കൊടുത്തയച്ച് ഈ കപ്പ് അതിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളത് സീമ തന്നെ അറിയില്ല. ആർക്കും അറിയില്ല. ഇത് ഞാനപ്പോ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിങ്ങനെ കുടിക്കുമ്പോൾ ഒരാളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാണുന്നുണ്ട്. എന്താ ഈ വെള്ളം കുടിക്കുന്ന ഒരു പുതുമയിലല്ല എന്റെ കാര്യത്തിൽ. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതൊരു വലിയ പുതുമയായിട്ട് എനിക്ക് തോന്നില്ല. എന്നാലും ഒരു ശ്രദ്ധയോടെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്.